ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷം തരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ നിറഞ്ഞ എൻ്റെ കുട്ടിക്കാലം അതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ അവിടേക്ക് എത്തപ്പോൾ തന്നെ വലിയച്ഛനൊക്കെ പറയാറുണ്ട് സിറ്റിയിൽ നിന്ന് മക്കളൊക്കെ വരുന്നുണ്ട്. പറഞ്ഞത് ശരിയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും നമുക്കും ഈ പറഞ്ഞ പോലത്തെ ഭയങ്കര കൗതുകമാണ്. കാരണം അച്ഛൻ്റെ വീടും തനി നാട്ടും പുറത്താണ്. അപ്പോൾ ഞാൻ എവിടേക്കാണ് വന്നത് മനസ്സിലായില്ലേ? നീണ്ട 5 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. പിണക്കം വഴക്ക് എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും വരുമല്ലേ? അങ്ങനത്തെ ഒരു പിണക്കത്തിന്റെ കാര്യത്തിലാണ് നീണ്ട 5 വർഷത്തിന്റെ ഇടവേള വന്നത്. ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മറന്ന് നമ്മളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷേ അതിലുപരി ഭയങ്കര വിഷമമുണ്ട്. ഇതൊന്നും കാണാൻ ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനെ ഇല്ലാതായിപ്പോയി. അച്ഛനും കൂടെ വേണമായിരുന്നു ഇതെല്ലാം കാണാനായിട്ട്. അപ്പം എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മളുടെ ഏറ്റവും വലിയൊരു കൗതുകമായിരുന്നു. അവിടെ ചെന്നാൽ കുഴിയാനെ പിടിക്കുക എന്നുള്ളത്. രാവിലെ ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ നോക്കും. ഈ കാണുന്നുണ്ടോ കുഴിയാനെ? ഇങ്ങനെ ഓരോ കുഴി കാണും. അപ്പോൾ കുഴിയാനെ വാ എന്ന് പറഞ്ഞു കുഴിയിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുഴിയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴിയാനെ പുറത്തേക്ക് വരും. രാവിലെ എണിച്ചാൽ നമ്മുടെ പണി ഇത് തന്നെയാണ് കേട്ടോ. പുറകിൽ വലിയൊരു കാരക്കരമാരുണ്ട്. അപ്പോൾ അവിടുത്തെ കരയ്ക്കും പറക്കി നേരെ വന്ന് കുഴിയാനയുടെ കുഴി നോക്കി കുഴിയാനെ വാന്ന് പറയാനാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അച്ഛൻ്റെ വീടെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാലും തീരും. കൊച്ചിലെ വെക്കേഷൻ എല്ലാവരും നാട്ടിൽ പോകുമ്പോൾ നമ്മളും പറയും നമ്മൾ നാട്ടിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ നാട് തൊട്ടടുത്ത് തന്നെയാണെങ്കിലും അന്ന് നമുക്ക് ഒരുപാട് ദൂരം അച്ഛൻ്റെ നാട്ടിൽ പോടും എന്നൊരു മട്ടുമായിരുന്നു. ഒരുപാട് വസ്തുവിന് നടുക്ക് ഒരു വലിയൊരു വീടും ഇതുപോലെ ഒരുപാട് മുറ്റവും പറമ്പും ഒരുപാട് ചെടികളും പിന്നെ നമ്മുടെ സിറ്റി ലൈഫിൽ നമ്മൾ അനുഭവിക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടാറുണ്ട്. ഇത് ശരിക്കും അച്ഛൻ്റെ കുടുംബ വീടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വല്യച്ഛനും കുഞ്ഞമ്മയും 2 മക്കളുമാണ് താമസിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ വല്യച്ഛനും കുഞ്ഞമ്മയും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണിപ്പോൾ ഇങ്ങനെ പറയുന്നത്? പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ, നമ്മൾ 4 മക്കളും വന്ന് ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് പരദോഷണം പറയുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ആ വഴി കൂടെ നമ്മൾ ആദ്യക്കുട്ടിയും ഇവക്കുട്ടിയൊക്കെ കൊണ്ട് ഓടി കളിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാത്തൊരു സന്തോഷം. എൻ്റെ അമ്മയുടെ ഒന്നും ഇളയതാണ് ഞാൻ ഈ പറഞ്ഞ വല്യച്ഛൻ്റെ. അമ്മയെക്കാട്ടിലും ഇളയ ഒരാളുടെ എങ്ങനെയാണ് എൻ്റെ മക്കളെ കൊണ്ട് വല്യമ്മന്ന് വിളിപ്പിക്കണമെന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ തന്നെ നമ്മളെ കൊണ്ട് പഠിപ്പിച്ചതാണ് വേണ്ട മക്കളെ കുഞ്ഞമ്മന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ കഥ ഇങ്ങനെ മാറിയത്. വല്യച്ഛനും കുഞ്ഞമ്മയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിച്ച ആ തക്കാളി പോലത്തെ സംഭവം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മൾ പണ്ട് കൊച്ചായിരുന്നപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ കാണിക്കും. അയ്യോ ചോര എന്ന് പറയും. ഒരുപാട് നാൾ നമ്മൾ ചിരിച്ചും കളിച്ചും നമ്മളുടെ കഥകളൊക്കെ പറഞ്ഞ മുറിയാണിത്. ഇത് കണ്ടപ്പോൾ എന്തോ പഴയ റോസ്റ്റും ഒക്കെ അടിച്ചു. അപ്പോൾ നിങ്ങളെ കൂട്ടിച്ചു പോണ നമ്മളുടെ പ്രിയപ്പെട്ട അടുക്കളയിലോട്ടാണ്. നമ്മൾ 4 പേരും ഒരുമിച്ചിരുന്ന് കഴിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന ഒരു അടുക്കളയാണ്. ഈ അടുപ്പൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. വീടിന്റെ മുൻവശത്തും പുറകുവശത്തും ഇതുപോലെ 2 പാളിയുള്ള കഥകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു രസമാണ്. നമ്മളിങ്ങനെ ഇവിടെ വന്നിരുന്നിട്ടാണ് ചായ കുടിക്കുന്നതും ചോറ് കഴിക്കുന്നതും കഞ്ഞി കുടിക്കുന്നതും എന്താണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലി ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എല്ലാവരും ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല. അവസരങ്ങൾ ഇനിയുണ്ടല്ലോ, എല്ലാവരും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇന്ന് നമ്മളുടെ അനിയത്തിയുടെ 5ാം മാസത്തിൻ്റെ ചടങ്ങായിരുന്നു കേട്ടോ. അതിനാണ് നമ്മൾ വന്നത്. മനസ്സ് ഒരുപാട് നിറഞ്ഞാണ് നമ്മൾ തിരിച്ചു വന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് ചേച്ചിനെയും ഇവക്കുട്ടീനെയും യാത്ര പറഞ്ഞു. അതും ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു ടാറ്റ ബൈ പറച്ചിലാണ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ വേദന ഈ സന്തോഷം ഒന്നും കാണാൻ നമ്മുടെ അച്ഛൻ കൂടെ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ശരി.